ഇപ്പോൾ ഏതായാലും നല്ലൊരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ പ്രതികരണങ്ങളെല്ലാം നമ്മൾ മുഖവിലക്കെടുക്കുക തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത് എന്നത് പൊതുവായി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഇവരുമായി എല്ലാം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് കടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം സർക്കാർ ഒരു നിലപാട് പൊതുവെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് ഏത് തരത്തിലാണ് ഇത് ക്രമീകരിക്കാൻ കഴിയുക എന്ന് നോക്കുകയാണ് ചെയ്യുക. ഈ പറയുന്ന പ്രദേശത്ത് നമ്മുടെ ദുരന്തം നടന്ന സ്ഥലത്ത് അവരുമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങോട്ട് താമസ സൗകര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവർ ആഗ്രഹിക്കില്ല എന്നാണ് തോന്നുന്നത്. ചർച്ച ചെയ്ത് തീരുമാനിക്കാം, നമുക്ക് അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഞങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ സർക്കാർ കാണുന്നത് സുരക്ഷിതമായൊരു സ്ഥലം, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. എന്നാൽ താമസ സൗകര്യം മാത്രമല്ല, അവിടെ ജീവസന്ധാരണ മാർഗം കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉപജീവന മാർഗം കൂടി കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനം ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നേരത്തെ തൊഴിലെടുത്തവരുണ്ടാവും, തൊഴിലെടുക്കാൻ പറ്റിയവരുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള സൗകര്യങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അതിന് ആവശ്യമായ പരിശീലനം ചിലപ്പോൾ നൽകേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ള സ്കിൽ വളർത്താനുള്ള പരിശീലന നടപടികളും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതൊക്കെ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വിദഗ്ധരുമായി ആലോചിച്ച് അത്തരം നടപടികൾ നമുക്ക് സ്വീകരിക്കാം. ഇവിടെ ഈ ദുരന്തം എന്താണ് വരാനിടയായത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ പഠനങ്ങൾ നമുക്ക് നടത്താൻ കഴിയണം. അതിനുള്ള വിദഗ്ധ ഉപദേശങ്ങൾ കിട്ടിയതിന് ശേഷം നമുക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കാം. തീർച്ചയായും അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കരുതൽ നമ്മൾ എടുത്താലേ പറ്റൂ. ആ കരുതൽ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പരിശോധിക്കാം എന്താണെന്നുള്ളത്. അതീവ ഗൗരവമായി സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു ചില പൊതു സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ താമസ സൗകര്യം ഒരുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പെട്ടെന്ന് തന്നെ സ്കൂളുകളെ പ്രവർത്തന സജ്ജമാക്കാൻ പറ്റുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ഇവരെയെല്ലാം ഭദ്രമായ സ്ഥലത്ത് താമസിപ്പിക്കേണ്ടതായിട്ട് വരും. ആ കാര്യങ്ങൾ ഗൗരവപൂർവ്വം നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അദ്ദേഹം പറഞ്ഞതെല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടല്ലോ. അത് നിർഭാഗ്യകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ തീർത്തും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല, അതേസമയം രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രസ്താവനയുമാണ് കേന്ദ്ര റെയിൽ മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് വ്യക്തമാണ്. അപ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്, റെയിൽവേ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടത്തിൻ്റെ മാർഗ്ഗമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് 1997-98 റെയിൽവേ ബജറ്റിലാണ് ഈ അങ്കമാലി ശബരി പാത പ്രഖ്യാപിക്കുന്നത്. ആ കാലം മുതൽ എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകിയതാണ്. അതിൽ അലൈൻമെൻറ്റ് അംഗീകരിച്ചു. അങ്കമാലി മുതൽ രാമപുരം വരെയുള്ള 70 കിലോമീറ്ററിൽ സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിക്കുകയും ചെയ്തു. പദ്ധതി ചെലവിൻ്റെ 50% സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന ഉറപ്പും നൽകി. പക്ഷേ
പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാതെ അലംഭാവം കാണിച്ചത് കേന്ദ്ര സർക്കാരും റെയിൽവേയുമാണ്. അതുകൊണ്ടെന്താ സംഭവിച്ചത്? ഈ കാലതാമസം കാരണം ശബരിപാതയുടെ എസ്റ്റിമേറ്റിൽ വലിയ വർധനവാണ് ഉണ്ടായത്. ആദ്യ എസ്റ്റിമേറ്റ് പ്രകാരം 2815 കോടി രൂപയായിരുന്നു. അത് പുതുക്കിയ എസ്റ്റിമേറ്റിലെത്തിയപ്പോൾ 3811 കോടിയായി. 36% വർധനവ്. അപ്പോൾ ഇതിൻ്റെ ഭാരം ഈ കേന്ദ്ര ഗവൺമെൻറ്റും റെയിൽവേയും കാണിച്ച കാലതാമസത്തിൻ്റെ ഭാഗമായി വന്ന ഈ ഭാരം സംസ്ഥാനം വഹിക്കണമെന്നുള്ളതാണ് കേന്ദ്രം സ്വീകരിച്ച നിലപാട്. ഇപ്പോൾ ചെങ്ങന്നൂർ പമ്പ റെയിൽപാത ഉൾപ്പെടെ ഒരു പദ്ധതിക്കും സംസ്ഥാനം എതിരല്ല. ചെങ്ങന്നൂർ പമ്പ പാതക്കായി സംസ്ഥാനത്തോട് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ആവശ്യപ്പെട്ടില്ല. കഴിഞ്ഞ ബജറ്റിലും ഒരു പദ്ധതിയും കേരളത്തിനായി പ്രത്യേകമായി അനുവദിച്ചില്ല എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള പ്രപ്പോസലുകളുടെ കാര്യത്തിൽ തന്നെ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന കാഞ്ഞങ്ങാട് നിന്ന് മൈസൂരിലേക്കുള്ളത്, തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ളത്, നഞ്ചങ്കോട് നിന്ന് മൈസൂരിലേക്കുള്ളത്, അതുപോലെ തന്നെ അങ്കമാലി ശബരി, ഇതിനൊന്നിനും ഒരു തുകയും അനുവദിച്ചിട്ടില്ല. നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കാതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം തയ്യാറായത്. അത് ശരിയായ നടപടിയല്ല, ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമല്ല.